ഹലോ, അപ്പം വന്നിരിക്കുന്ന കുറച്ച് സിനിമ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിനിമ ചാനൽ. OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ചിത്രത്തിന്റെ 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സണ്ണി വെയിനെ സൈജു കുറുപ്പ് അഭിനയിച്ച ഒരു മലയാള സിനിമയാണ്. 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 26 ലക്ഷമാണ് സിനിമ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു മലയാള സിനിമയാണ് റിലീസിന് വന്നിട്ടും തിയേറ്ററുകളിൽ കിടിലൻ കളക്ഷൻ നേടിയെടുത്ത നമ്മുടെ ചോട്ട മുംബൈ എന്ന സിനിമേന്റെ 4K വേർഷൻ. ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് മാത്രം ചിത്രം 92 ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് മാത്രമായിട്ട്. കേരളത്തിൽ നിന്ന് മാത്രം 3-ാം ദിവസത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് 1 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും ചോട്ട മുംബൈന്റെ റിലീസ് കണ്ടവരുണ്ടെങ്കിലും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺവെർട്ട് ചെയ്യപ്പെടുത്തുക. ചിത്രം കണ്ട എക്സ്പീരിയൻസ്. നമ്മുടെ ആസിഫ് അലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ. സിനിമേന്റെ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആസിഫ് അലിന്റെ ആഭ്യന്തര കുറ്റവാളി സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 1,62,00,000 സിനിമ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയും തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺവെർട്ട് ചെയ്യപ്പെടുത്തുക. മറ്റൊരു തമിഴ് വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. ഉലക നായകൻ കമൽഹാസൻ അഭിനയിച്ച സിനിമയും കൂടിയാണ്. മണിരത്നമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന് വളരെ മോശമായ നെഗറ്റീവ് റെസ്പോൺസും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മിക്സ്ഡ് അഭിപ്രായങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവ് വളരെ ആവറേജ് ആണ് കാണാൻ സാധിക്കുന്നത് പടത്തിനെ കുറിച്ച്. തഗ് ലൈഫ് സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് 1,97,00,000 സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ 2 കോടിയിലോട്ട് പോവുകയാണ് കേരളത്തിൽ മാത്രമായിട്ട്. മറ്റൊരു ഇംഗ്ലീഷ് സിനിമയാണ് നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ഭാഗമാണ് നമ്മുടെ ടോം ക്രൂസ് അഭിനയിച്ച സിനിമ. 22 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 3,74,00,000 സിനിമ നേടിയെടുത്തിരിക്കുന്നത് കളക്ഷൻ ആയിട്ട്. നമ്മുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ്, നമ്മുടെ മിന്നൽ മുരളി സിനിമാറ്റിക് യൂണിവേഴ്സിൽ അണ്ടറിൽ വരുന്ന 2ാമത്തെ ചിത്രമാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. പടത്തിന്റെ 16 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 4,52 ലക്ഷമാണ് സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ഷർഫുദ്ദീൻ സുരാജ് വെഞ്ഞാറന്മോട് അഭിനയിച്ച് പടക്കളം എന്ന് പറഞ്ഞ സിനിമ. സിനിമേന്റെ 31 ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 12,33 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്രോക്സ് ആയിട്ട് സിനിമേന്റെ ഫൈനൽ റണ്ണിങ്ങിൽ എത്തിയിരിക്കുകയാണ്. പടം ഈ വരുന്ന ജിയോ സ്റ്റാറിൽ ജൂൺ 10-ാം തീയതി OTT റിലീസിന് കൈമാറുകയാണ്. എന്തായാലും ഒരു കിടിലൻ കോമഡി ഇന്റീരിയർ സിനിമ തന്നെയാണ്. അവസാന അവസരം തന്നെയാണ് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് പടക്കളം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമ. മറ്റൊരു ടൊവിനോ ചിത്രമാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. 16 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 15,19 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ. സിനിമ ഈ വരുന്ന ജൂൺ ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിട്ട് നമ്മുടെ സോണിലി വഴി OTT റിലീസിന് കൈമാറാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പടം പോയി കാണുക. എന്തായാലും ടൊവിനോന്റെ സിനിമ കണ്ടവരുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ദിലീപേട്ടന്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു സൂപ്പർ ഹിറ്റ് വേർഷൻ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട്. ഒരു നല്ല അഭിപ്രായങ്ങളാണ് ഇപ്രാവശ്യം ദിലീപേട്ടൻ സിനിമയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. 30 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 16,85 കോടിയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 16,85 ലക്ഷം. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തുകൊണ്ട് സിനിമയ്ക്ക് നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ആയി കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് റിക്കവറി സിനിമയ്ക്ക് 100% ലഭിച്ചിരിക്കുകയാണ് തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട്. മറ്റൊരു ലാലേട്ടൻ സിനിമയാണ് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ. 44 ദിവസം കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 118,68 ലക്ഷമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് നിലവിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രവും ഫൈനൽ റണ്ണിങ്ങിലും നിലവിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ ലാലേട്ടൻ സിനിമ. കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിനിമ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് തിയേറ്ററിൽ പോയി കണ്ടത് അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കട്ടെ ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകൾ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് കൂടുതൽ സിനിമാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിനിമ ചാനൽ.